ഇത് നല്ല സോഫ്റ്റാണ്. ഇത് കണ്ടോ, നിൽക്കുമ്പോൾ തന്നെ കണ്ടോ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരെണ്ണം കഴിച്ച് നോക്കാം. കണ്ടോ, അടിപൊളിയായിട്ടുണ്ടല്ലേ. നല്ല അടിപൊളിയാണ്. ഇത് പഴം കൂടെ കൂട്ടിയാണ് നമ്മൾ കഴിക്കാൻ, അതാണ് ഒരു കോമ്പിനേഷൻ. അപ്പോൾ അത് നമുക്കിവിടെ ഒരു ചെറിയ പഴമാണ് കേട്ടോ, അപ്പോൾ ഇത് കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് ലൈഫ് സ്കില്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സ്വാദിഷ്ടമായ ഒരു നെയ്യപ്പമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെ ചേരുവകളാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഇത് ഷുഗർ സിറപ്പാണ്. അതുപോലെ തന്നെ പച്ചരി ഇതേ വെള്ളത്തിലിട്ട് കുതിർത്തി വാരി വെച്ചിട്ടുണ്ട്. തേങ്ങ കുത്തി അരിഞ്ഞത്, മൈദാമാവ്, ജീരകം, എള്ള്, ഇഞ്ചി നല്ല പൊടിയായിട്ട് കുത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഷുഗർ സിറപ്പ്, അതുപോലെ തന്നെ നെയ്യ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു നെയ്യപ്പത്തിന് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നേരെ നമ്മൾ അരച്ചെടുക്കാൻ പോവുകയാണ്. നമ്മുടെ പച്ചരി അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അത് രണ്ടും കൂടെ കൂട്ടി നന്നായിട്ട് അരച്ചെടുത്തു. നല്ല തരിയോടുകൂടിയാണ് നമ്മളത് അരച്ചെടുക്കുന്നത്. പിന്നെ അടുത്തത് അതുപോലെ തന്നെ നമ്മൾ പച്ചരി ഇട്ടു. അങ്ങനെ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്, വേറെ ഒന്നും ചേർക്കുന്നില്ല. അത് ചട്ടിയിലോട്ടിട്ട് നെയ്യൊന്ന് ഉരുക്കിയെടുക്കാം. കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അതിനുശേഷം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ ആ ഒരു നെയ്ക്കകത്തോട്ടിട്ടൊന്ന് നന്നായിട്ട് വറുത്ത് കോരി എടുക്കുവാണ്. എന്നിട്ട് നമുക്കിനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പച്ചരിയും ഷുഗർ സിറപ്പും കൂടെ അരച്ച് വെച്ചായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഓരോന്നോരോന്ന് നമ്മൾ യോജിപ്പിക്കുകയാണ്. ആദ്യം നമ്മളിത് മൈദാപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ നമ്മളൊരു 3-4 സ്പൂണ് മൈദാപ്പൊടിയും കൂടി അതിനകത്തോട്ട് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഇടുന്നത് തേങ്ങയും ഇഞ്ചിയും കൂടെ നമ്മൾ വറുത്ത് കോരിയല്ലോ, അതാണ് നമ്മൾ ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എള്ള് ചേർത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി നമ്മൾ അതിനകത്ത് ചേർക്കുന്നത് ജീരകമാണ്. ജീരകം പൊടിച്ചതും ഏലക്കായും കൂടെ കൂട്ടി ചെറുതായിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് അതിനകത്തോട്ട് ചേർത്തത്. അത് നമ്മുടെ നെയ്യപ്പത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇച്ചിരി തിക്ക് കൂടുതലായിരുന്നു, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പ് കൂടെ ആഡ് ചെയ്ത് അതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനൊരു 2 നുള്ളു ഉപ്പ് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. അതോടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചുട്ട് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. അപ്പോൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. അതിനൊക്കെ ഒരു കണക്കുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഇതുപോലത്തെ തവിയാണെങ്കിൽ അതിനകത്ത് നിറച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് പൊങ്ങി വരും. അപ്പോൾ സാധാരണ നമ്മൾ നെയ്യപ്പം ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തലേദിവസം എല്ലാം കുഴച്ച് സെറ്റ് ചെയ്ത് വെക്കും. അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ 2 മണിക്കൂർ മുമ്പാണ് നമ്മൾ ഇതെല്ലാം റെഡിയാക്കിയത്. അപ്പോൾ 2 മണിക്കൂറേ നമ്മൾ ഇത് പുളിക്കാനായിട്ടൊക്കെ വെച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കും എല്ലാം നല്ല പാകത്തിനായിരുന്നു. അതിനുശേഷം നമ്മളിത് ഇപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഈ മിശ്രിതവും നമ്മൾ അതിനകത്ത് ചേർക്കുന്ന ചേരുവകളും എല്ലാം പാകമായിരിക്കണം. ഇല്ലെങ്കിൽ എന്നാ പ്രശ്നം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ കട്ടിയായിട്ട് പോകും. അതും അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്നെസ് ഒന്നും ഇല്ലാതെ നെയ്യപ്പം ഇങ്ങനെ സെൻറ്ററിൽ കൂടെ ഒക്കെ വിണ്ട് കീറിയിരിക്കുന്നത് കാണത്തില്ലേ, അപ്പോൾ അങ്ങനെ പോകും. ഇല്ലെങ്കിൽ തന്നെ ഈ അപ്പം പൊങ്ങി വരികയല്ല, നമ്മൾ ഒഴിക്കുന്ന പാടിയെ അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇത് അങ്ങനെയൊന്നുമില്ല, ഇതെല്ലാം പാകമായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടോ, ചൂടുള്ള എണ്ണയിലോട്ട് ഒഴിച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പം തന്നെ നന്നായിട്ട് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് മുകളിലോട്ട് പൊങ്ങി വരുന്നുണ്ട് എണ്ണയ്ക്കകത്ത്. അപ്പോൾ നല്ലതായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്ത് നമ്മൾ കോരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഫ്ലെയിമൊക്കെ വെക്കേണ്ടത് വളരെ കെയർഫുള്ളായിട്ട് വെക്കണം. കാരണം തീ കൂടിപ്പോയാലും പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളത് ഒരു മീഡിയം ഇതിലിട്ട്, നമുക്കറിയാമല്ലോ, നമ്മളൊന്ന് ഒരെണ്ണമൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഇതിലിട്ടിട്ട് പാകത്തിനാണോ എന്നൊക്കെ ഒരെണ്ണമൊക്കെ ഉണ്ടാക്കി നോക്കണം. കാരണം ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചുണ്ടാക്കിയാലേ ഈ നെയ്യപ്പം ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കിയാൽ ശരിയാകത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടു, ഇങ്ങനെ എണ്ണയിലോട്ട് ഒഴിച്ച് ഒരു കണ്ടോ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ഇതിങ്ങനെ ചൂടായിട്ട്
നമ്മുടെ നെയ്യപ്പം ചട്ടിയിലെല്ലാം പിടിച്ചൊന്നും ഇരിക്കുന്നില്ല. അത് തന്നെ എണ്ണയുടെ മുകളിലോട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഒരു കുഴപ്പവും കണ്ട നല്ല അടിപൊളി നെയ്യപ്പമാണ്. ചൂട് നെയ്യപ്പം ഇവിടെ റെഡിയാക്കി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ കഴിക്കാൻ ഉണ്ടാക്കുമെങ്കിൽ പോലും ക്രിസ്ത്യാനികളുടെയൊക്കെ വീട്ടിൽ നമ്മൾ പരിശുദ്ധന്മാരുടെയൊക്കെ ഓർമ്മ ദിവസം നമ്മൾ പള്ളിയിൽ കൊടുക്കാനായിട്ട്, അപ്പോൾ നേർച്ചയൊക്കെ ആയിട്ട് കൊടുക്കാൻ, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഉണ്ടാക്കി പള്ളികളിലേക്കൊക്കെ കൊടുക്കും. ഇപ്പം അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പള്ളിയിലേക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ചതിൻ്റെ ടേസ്റ്റും കൂടി ഒന്ന് നോക്കാം. എന്നിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ ഒന്ന് കഴിച്ചു നോക്കാം. ഇത് ഞങ്ങൾ റെഡിയാക്കിയേക്കുന്നത് പരിമല തിരുമേനിയുടെ ഓർമ്മ ദിവസം ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ നെയ്യപ്പം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ശരിയാകണമെന്നില്ല. അതിൻ്റെ കൂട്ടൊക്കെ കറക്റ്റായാൽ മാത്രമേ നെയ്യപ്പം, ഉണ്ണിയപ്പം അങ്ങനെയൊക്കെയുള്ള പലഹാരമൊക്കെ റെഡിയായി കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ കല്ല് പോലെ മയമില്ലാതെ. ഇപ്പോൾ ഇത് കറക്റ്റ് അളവായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നല്ല മയമുണ്ട്. കണ്ടോ? അപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല സോഫ്റ്റാണ്. ഇത് കണ്ടോ, ഞെക്കുമ്പോൾ തന്നെ കണ്ടോ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരെണ്ണം കഴിച്ച് നോക്കാം. കണ്ടോ, അടിപൊളിയായിട്ടുണ്ടല്ലേ? നല്ല അടിപൊളിയാണ്. ഇത് മധുരമൊക്കെ ആണെങ്കിലും പാകത്തിനാണ്. ഓവറായിട്ട് മധുരം ചേർത്തിട്ടില്ല കേട്ടോ. പഴം കൂടെ കൂട്ടിയാണ് നമ്മൾ കഴിക്കാൻ, അതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. അപ്പം അത് നമുക്കിവിടെ ഒരു ചെറിയ പഴമാണ് കേട്ടോ. അപ്പോൾ ഇത് കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത്. പഴം ചെറുതാണെങ്കിലും ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുന്നോട്ട് നിൽക്കുന്ന ഫ്ലേവർ എന്നാന്ന് പറയട്ടെ, എനിക്കിപ്പോൾ കഴിക്കുമ്പോൾ ഏറ്റവും ആദ്യം കിട്ടുന്ന ഫ്ലേവർ അത് തേങ്ങാക്കൊത്തിൻ്റേതും അതുപോലെ തന്നെ ഇഞ്ചിയുടേതും. അതാണ് എനിക്ക് ഏറ്റവും ഫസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മുന്നോട്ട് നിൽക്കുന്നത് കേട്ടോ. നല്ല വറുത്ത തേങ്ങാക്കൊത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ല അതും കൂടെ. പിന്നെ ഇതിനകത്ത് വരുന്നത് ജീരകം, ഏലക്ക, എള്ള്, അതിൻ്റെ ടേസ്റ്റ് ഇതിനകത്ത് കൂടെ വരുന്നുണ്ട്. പക്ഷേ മുന്നോട്ട് നിൽക്കുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്ക് കടിക്കുമ്പോഴേ കിട്ടുകയല്ലേ. ചൂട് കട്ടൻ കാപ്പിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കുടിച്ച് നെയ്യപ്പം കഴിക്കണം, പഴവും തരണം. പഴം ചെറുതാണ്, തീർന്നു പോയി. സൂപ്പർ ആണോ?